ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടീച്ചർ ഓൺലൈൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മോൾ കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് പഠിച്ചു, ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ബേസിൽ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളാർ വോളിയത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് വോളിയം എന്ന് പറയുന്നത്? സ്പേസ് ഓക്യുപ്പൈഡ് അല്ലേ? ഒരു വസ്തുവിൻ്റെ സ്പേസ്, അത് എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്തു എന്നതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. സോ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്തു, എത്രത്തോളം സ്ഥലം യൂട്ടിലൈസ് ചെയ്തു, ഉപയോഗിച്ചു എന്നുള്ളതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. സോ മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം occupied by 1 mole of substance. എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു മോള് സബ്സ്റ്റൻസ് എത്ര വോളിയം, അത് ഇരിക്കാനായിട്ട് എത്ര സ്ഥലം ഒക്യുപ്പൈ ചെയ്തു എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. മോളാർ മാസ് തന്നെ, നമ്മൾ 1 മോൾ മാസ്, മോളാർ മാസ്. ഇത് ഇവിടെ എന്താണ്? 1 മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയം, മോളാർ വോളിയം. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. സോ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യം കൂടെ പറയും. സബ്സ്റ്റൻസ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ്, മോളാർ വോളിയം ഓഫ് ഗ്യാസ്. മോളാർ വോളിയം ഓഫ് ഗ്യാസ് ഇതെന്താന്ന് വെച്ചാൽ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP. ഈ STP പുതിയ ടൈമാണ് അല്ലേ? STP എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിന്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ പറയാൻ സ്റ്റാൻഡേർഡായിട്ട് പറയും. അതിനാണ് STP എന്ന് പറയുന്നത്. സോ എപ്പോഴും ടെമ്പറേച്ചറും പ്രഷറും STPയിൽ പറയുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 273 കെൽവിൻ, പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180 m അറ്റ്മോസ്ഫിയർ, 1 അറ്റ്മോസ്ഫിയർ. സോ അതിനെ നമുക്ക് അല്ലെങ്കിൽ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ടെമ്പറേച്ചർ STPയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ, പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ, 180 m. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി നമുക്ക് തേർഡ് പോയിന്റ് എന്താ നോക്കാം. 1 മോൾ ഓഫ് എനി ഐഡിയൽ ഗ്യാസ് അറ്റ് STP occupies 22.4 ലിറ്റർ. അതായത് ഏത് ഗ്യാസും STPയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. 1 മോൾ ഓഫ് എനി ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് ലോസ് ഒബൈ ചെയ്യുന്ന ഗ്യാസുകളെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പല ഗ്യാസുകളുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ നോബൽ ഗ്യാസസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 1 മോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സോ മോളാർ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗ്യാസിൻ്റെ എത്രയായിരിക്കും? 22.4 ലിറ്റർ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മോളാർ
വോളിയം. ഓക്കെ, അപ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്കറിയാം എല്ലാത്തിൻ്റെയും മാസ്. ഇപ്പോൾ ഓക്സിജന് എത്രയാണ്? 16 കാർബണ് എത്രയാണ്? നൈട്രജൻ എത്രയാണ്? എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മാസുകളായിരുന്നു അല്ലേ? ഇപ്പം H2 മോളിക്യൂൾ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. മോളിക്യൂൾ ആണെങ്കിൽ എന്ത് വന്നു? 1 + 1 2. അപ്പോൾ എല്ലാം വ്യത്യാസമായിട്ടാണ് നമുക്ക് മോളാർ മാസ് കിട്ടിക്കൊണ്ടിരുന്നത്. അറ്റോമിക് മാസിനെ ഗ്രാമിലോട്ട് വരും, ചിലപ്പം മോളിക്യുലാർ മാസ് എന്താകും? ഗ്രാമിലോട്ട് വരും അല്ലേ മോളാർ മാസിന്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് മോളാർ വോളിയം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. 22.4 ലിറ്റർ ആയിരിക്കും. 1 mole ഓഫ് എനി ഐഡിയൽ ഗ്യാസ് അറ്റ് STP occupies 22.4 ലിറ്റർ. ഇനി നമുക്ക് മനസ്സിലായി ഇത് മോളാർ വോളിയമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, 22.4 dm³. dm³ എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ ക്യൂബ്. ഇനി ഇതിനെ മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് വരും? ഈ വാല്യൂ വരും. സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എന്താ? ഈ വാല്യൂം വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്കിനി പ്രോബ്ലം ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താ? ഒരു സബ്സ്റ്റൻസ് എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്തു, അതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ വോളിയത്തിലേക്ക് വരുമ്പോൾ ആ വസ്തു തന്നെ എന്താണോ അതിൻ്റെ 1 മോള് എത്രയാണ് ഒക്യുപ്പൈ ചെയ്ത് എന്നതാണ് മോളാർ വോളിയം. പിന്നെ മോളാർ വോളിയം ഗ്യാസിൽ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 1 മോളാർ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP ആണ്. അപ്പോൾ STPയിലാണ് പറയേണ്ടത്. STPയിൽ എന്താണ്? ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ എപ്പോഴും എന്താണ്? 1 atm ആണ്. പിന്നെ എന്താണ്? 1 mole ഓഫ് എനി ഗ്യാസ് അറ്റ് ഐഡിയൽ ഗ്യാസ് അറ്റ് STP occupies 22.4 ലിറ്റർ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലംസ് വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമുല, നമ്പർ ഓഫ് മോൾസിൻ്റെ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ചേ. ഇപ്പോൾ മോളാർ വോളിയത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ്, അതായത് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് വോളിയമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോർമുല ഇതാണ്: ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. മനസ്സിലായോ? മറ്റേ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇത് നേരെ തിരിഞ്ഞുപോയി. അപ്പോൾ ഇവിടെ എന്താണ്? വോളിയമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 3 moles ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വോളിയം ഒക്യുപ്പൈഡ് ബൈ 3 moles ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഗിവൺ വോളിയാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? സോ ഗിവൺ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല ചേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെ ചേഞ്ച് ചെയ്താൽ? ഗിവൺ വോളിയം ഇസ് ഈക്വൽ ടു, അതായത് വോളിയം അല്ലേ, വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. അവിടെ തന്നെ കിടക്കുവാണ്, ഇത് ഇങ്ങോട്ട് വരും അല്ലേ, ഇൻറ്റു മോളാർ വോളിയം. സോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 3. മോളാർ വോളിയം നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കേണ്ടതൊന്നുമില്ല. എപ്പോഴും എത്രയേ വരത്തുള്ളൂ? 22.4. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? സോ ഇത് ലിറ്ററിലായിരിക്കും ആൻസർ വരുന്നത്. സോ അപ്പം നമുക്ക് ഫോർമുലയും കിട്ടി, നമ്മളിതാ ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. നോക്കിയേ ഈ പ്രോബ്ലം. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് O3 ഗ്യാസ്. O3 എന്ന് പറഞ്ഞാൽ ഓസോൺ ഗ്യാസ് പ്രസൻറ്റ് ഇൻ 5.6 dm³. കണ്ടോ? dm³ ഓഫ് O3 ഗ്യാസ് അറ്റ് STP. അപ്പം നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ് അറിയാവുന്നത്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. സോ നമ്പർ ഓഫ് മോൾസ്
എങ്ങനെ വരും? ഗിവൺ വോളിയം തന്നിട്ടുണ്ട്, എത്രയാണ്? 5.6 അല്ലേ? ഇനി STPയിലാണ് പറഞ്ഞിരിക്കുന്നത്. മോളാർ വോളിയം നമുക്കറിയാമല്ലോ, എത്രയാണ്? 22.4 ലിറ്റർ. സോ എങ്ങനെ വരും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.24 ഓഫ് O3 മോളിക്യൂൾസ്. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതാണ് പ്രോബ്ലം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 11.2 ലിറ്റേഴ്സ് ഓഫ് H2 ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് H2, അതായത് ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈഡ്രജൻ ആറ്റംസ് ആണ് അല്ലേ? അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, H2 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾ എങ്ങനെയാണ് കിട്ടുന്നത്? 2 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് കഴിയുമ്പോഴാണ് H2 മോളിക്യൂൾ കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഗിവൺ വോളിയാണ്. എത്രയാണ്? ഗിവൺ വോളിയം ഇസ് ഈക്വൽ ടു 22.4 ലിറ്റർ. ഇത്രയും അറിയാം അല്ലേ? ഇതിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് മോൾസ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എന്താണ്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പം ഇത് ചെയ്യുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രോബ്ലം നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഞാനൊരു H2SO4ൻ്റെ കേസ് പറഞ്ഞായിരുന്നു അല്ലേ? H2SO4 ഇത് തന്നിട്ട് ഇതിനകത്ത് ഹൈഡ്രജൻ ആറ്റം എത്ര മോൾസ് ആണ്, സൾഫർ എത്ര മോൾസ് ആണ്, ഓക്സിജൻ എത്ര മോൾസ് ആണ്, ഓക്സിജൻ ആറ്റം എത്ര മോൾസ് ആണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതിൻ്റെ നമ്പർ നോക്കി നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 2 മോൾസ് ഉണ്ട്. സൾഫറിൻ്റെ എത്ര മോൾസ് ആണ്? സൾഫർ ആറ്റത്തിൻ്റെ ഒരെണ്ണം. ഓക്സിജൻ വരുമ്പോഴത്തേക്കിന് എത്രയാണ്? 4 അല്ലേ? ഇത് തന്നെയാണ് അതിൻ്റെ ആറ്റത്തിൻ്റെ നമ്പർ. അതാണ് നമ്മൾ മോൾസായിട്ട് എടുക്കുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്. അപ്പം മനസ്സിലായില്ലേ? അപ്പം അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഹൈഡ്രജൻ ആറ്റം 2 എണ്ണം ഉണ്ട്. മോളിക്യൂൾസ് വന്നാൽ എത്രയാണ്? H2 മോളിക്യൂൾ ആണെങ്കിൽ ഒരെണ്ണം. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? നമുക്കറിയാം ഇവിടെ H2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. പക്ഷേ മോളിക്യൂളിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. സോ ആറ്റത്തിൻ്റെ കേസ് വരുമ്പം ഇവിടെ മോൾസ് 2 ആകും, മോളിക്യൂൾസിൻ്റെ കേസ് വരുമ്പം 1 മോൾസ് ആകും. ഓക്കെ, അത് മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് നോക്കിക്കേ, ഇത് H2 മോളിക്യൂളാണ്. എത്ര മോളുണ്ട്? നേരത്തെ പറഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളാണ് കിടക്കുന്നത് അല്ലേ? 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ്റെ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. സോ അതിനെ നമുക്ക് മോളിലോട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. സോ 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, സോ 1 മോൾ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ്റെ 1 മോളാണിതല്ലേ? എത്ര ആറ്റം ഉണ്ട്? 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ ഈ ഇക്വേഷനകത്തോട്ട് പോയി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 മോളിക്യൂൾ that is equal to given volume. given volume എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 11.2. മോളാർ വോളിയം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതെത്രയാണ്? 22.4. സോ ആൻസർ ഈസ് 0.5 മോൾ അല്ലേ? 0.5 ആണ് ഇവിടുത്തെ ഹൈഡ്രജൻ മോളിക്യൂൾസിൻ്റെ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് റിവേഴ്സിൽ ഇങ്ങോട്ട് നോക്കാം. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എങ്കിൽ ഇവിടെ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 0.5.
0.5 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര മോൾസ് ഹൈഡ്രജൻ ആറ്റം വരും? എത്ര ഹൈഡ്രജൻ ആറ്റം വരും? ആലോചിച്ച് നോക്കിയേ. ഈ 1ൻ്റെ പകുതിയാണ് 0.5 അല്ലേ? അപ്പം ഇവിടെ എത്ര വരും? 2ൻ്റെ പകുതി ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റം വരും? 1 മോൾ ഹൈഡ്രജൻ ആറ്റംസ്. ഇനി 1 മോൾ ഹൈഡ്രജൻ ആറ്റം കിട്ടിയാൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 1 മോൾ എന്ന് പറയുന്നത് എത്രയാണ്? 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ഇത്രയും ലിറ്റർ, ഇത്രയും വോളിയത്തിൽ. അപ്പം മനസ്സിലായോ കാര്യം? അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്തത് ഇതിനകത്ത് എത്ര മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന് നോക്കി, തന്നിരിക്കുന്നതെല്ലാം എടുത്തെഴുതി. പിന്നെ അതിനകത്ത് 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ നമുക്ക് 2 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കി, ഹൈഡ്രജൻ മോൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ H2 മോളിക്യൂൾസ് എത്ര മോൾസാണ് ഈ തന്നിരിക്കുന്ന ലിറ്ററിൽ എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇതിനകത്ത് നേരെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 1 മോൾസ് ഹൈഡ്രജൻ ആറ്റമേ ഉള്ള 1 മോൾ ഹൈഡ്രജൻ ആറ്റം ഉള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23 ആറ്റംസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് 8 gram ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയാണ്. പക്ഷെ തന്നിരിക്കുന്നത് എന്താണ്? ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഗ്രാമിൽ തന്നിരിക്കുന്നത് എന്താണിത്? മാസാണ്. ഓക്കെ, സോ വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാണ് ഗിവൺ വോളിയം എന്ന് പറയുന്നത് അല്ലേ? സോ ഇതിനകത്തുനിന്ന് നമുക്ക് ഗിവൺ വോളിയത്തിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? മാസാണ് തന്നിരിക്കുന്നത്. മാസ് തന്നിരുന്നാൽ എങ്ങനെ വോളിയം കണ്ടുപിടിക്കും? അതാണ് അടുത്ത കാര്യം. അപ്പം ഇതിനകത്ത് നമുക്കൊരു ലിങ്ക് ഉണ്ടാക്കണം. ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാസ് തന്നിരുന്നാൽ നമുക്ക് ഇതിനകത്തെ വല്ല ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അടുത്തത് ഈ പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ വോളിയം ഓഫ് 8 gram ഓഫ് ഓക്സിജൻ ഗ്യാസ്. അപ്പോൾ 8 gram ഓഫ് ഓക്സിജൻ ഗ്യാസ് വോളിയമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഇവിടെ മാസാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം. അപ്പം ഇവിടെ നമുക്ക് എന്തറിയാം? മോളാർ വോളിയം അറിയാം. എത്രയാണ്? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, 22.4. നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഇവിടെ മാസാണ് തന്നിരിക്കുന്നത്. മാസ് തന്നാൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? given mass divided by molar mass. ഇവിടെ മോളാർ മാസ് എന്തിൻ്റെയാണ്? ഓക്സിജൻ്റെ, O2. സോ ഗിവൺ മാസ് 8 gram, ഓക്സിജൻ്റെ എന്താണ്? 16 × 2 അല്ലേ? 2 എണ്ണം ഉള്ളതുകൊണ്ട് 16 × 2. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 8 ഡിവൈഡഡ് ബൈ 32 എത്ര വരും? that is equal to 1/4 moles. 1/4 moles എന്ന് പറഞ്ഞാൽ എന്താണ്? 0.25 moles. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.25. ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സോ 0.25 ഇൻറ്റു മോളാർ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആൻസർ എത്ര വരും? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5.6 ലിറ്റേഴ്സ്. കേട്ടോ, ഇത് എത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലവും കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ സെയിം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ആദ്യമേ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ 128 gram ഓഫ് SO2 സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്. ഇവിടെയും വോളിയവും മാസുമാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ആദ്യമേ മാസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ
മാസ് വെച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 128 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് SO2. SO2ൻ്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? സൾഫറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 32. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. സോ സൾഫർ ഡയോക്സൈഡ് വരുമ്പം 32 പ്ലസ് 16 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ 32 പ്ലസ് 32 വരും. അപ്പോൾ അതെന്താണ്? 64 ആണ് അല്ലേ? സോ 128/64 എന്ന് വരുമ്പോൾ 2 മോൾസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ വോളിയം കണ്ടുപിടിക്കാമല്ലോ. സോ ഗിവൺ വോളിയം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇൻറ്റു ആകും മോളാർ വോളിയം. സോ നമ്പർ ഓഫ് മോൾസ് 2, മോളാർ വോളിയം എപ്പോഴും സെയിം ആണ് 22.4. സോ ആൻസർ 44.8 ലിറ്റർ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിനെപ്പറ്റിയുള്ള കണക്കുകൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മോൾ കൺസെപ്റ്റ് ഓൺ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷനിൽ എങ്ങനെയാണ് ഈ മോൾ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇതാ നമുക്ക് ഈ ഫോർമുല ഒന്ന് നോക്കാം. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ പറയാം. ഇവിടെ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 1 മോളാണ് കേട്ടോ. ഈ സൈഡിലുള്ളതാണ് നമ്മൾ മോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മോളിക്യൂൾസിൻ്റെ കേസ് വരുമ്പം. ആറ്റത്തിൻ്റെ കേസ് വരുമ്പോൾ എന്താണ് ഇത്? ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് ആറ്റത്തിൻ്റെ കേസ് നോക്കുന്നത്. സോ ഇവിടെ നൈട്രജൻ ആറ്റത്തിൻ്റെ 1 മോളുണ്ട്. നൈട്രജൻ ആറ്റം അല്ലല്ലോ, നൈട്രജൻ മോളിക്യൂളിൻ്റെ. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ എത്ര വരും അപ്പം? 3. ഇത് രണ്ടും കൂടി ചേർന്ന്, അതായത് 1 മോൾ N2 മോളിക്യൂളും 3 മോൾ ഹൈഡ്രജൻ മോളിക്യൂളും കൂടി ചേർന്ന് കഴിയുമ്പം നമുക്ക് എത്രയാണ്? 2 മോൾ അമോണിയ കിട്ടി. NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയ. അപ്പോൾ 2 മോൾ അമോണിയ NH3 ഉണ്ടായി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ സൈഡിൽ കിടക്കുന്നത് എന്താണ്? നമ്മൾ മോളിക്യൂൾസിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ മോൾസായിട്ട് എടുക്കുക. ആറ്റത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ താഴെ ഈ നമ്പറാണ് നോക്കുന്നത്, ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ ഈ മോൾ കൺസെപ്റ്റ് ഈ കെമിക്കൽ ഇക്വേഷനകത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ആൻഡ് NH3 പ്രൊഡ്യൂസ്ഡ് ഫ്രം 14 gram നൈട്രജൻ ഗ്യാസ് അല്ലേ? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും NH3യുടെ മാസും കണ്ടുപിടിക്കണം. എത്രയിൽ നിന്ന്? നമുക്കൊരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. 14 gram നൈട്രജനിൽ നിന്നും നൈട്രജനുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം, അതുപോലെ തന്നെ ഇത് റിയാക്റ്റ് ചെയ്യുമ്പം NH3 നമുക്ക് എത്ര ഗ്രാമിൽ കിട്ടുന്നു എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇക്വേഷൻ്റെ ആട്ടോ ഞാൻ ഈ പ്രോബ്ലം ഇട്ടിരിക്കുന്നത്. സെയിം ഇക്വേഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലറിയാവുന്ന കാര്യങ്ങൾ, നൈട്രജൻ്റെ മാസ് അറിയാം. 14 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം നൈട്രജൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഗ്യാസ്. അതിൻ്റെ മാസ് അറിയാമല്ലോ. അപ്പോൾ ഗിവൺ മാസ്, ഇനിയിപ്പോൾ ഞാൻ ഫോർമുല എഴുതുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഗിവൺ മാസ് 14. മോളാർ മാസ് ഓഫ് N2ൻ്റെ എത്രയാണ്? 14 അല്ലേ? സോ 14 ആണ്
അറ്റോമിക് മാസ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 14 ഡിവൈഡഡ് ബൈ 28 എത്ര മോള് വരും? 0.5 മോൾസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നൈട്രജൻ്റെ 1 മോളാണെങ്കിൽ ഹൈഡ്രജൻ എത്ര മോള് കിട്ടും? 3 മോള് കിട്ടും. അമോണിയ എത്ര മോള് കിട്ടും? 2 മോള് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് 14 ഗ്രാമിൽ എത്ര മോൾസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്? 0.5 മോൾ. അപ്പം 0.5 മോളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ 0.5 മോളാണെങ്കിൽ ഹൈഡ്രജൻ്റെ എത്ര മോളാകണം? ഇതിനെ അതായത് 1 × 0.5 ചെയ്യുമ്പോഴല്ലേ 0.5 മോൾസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെയും നമ്മൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയും നമ്മൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും NH3-യുടെയും മോൾസ് കിട്ടും. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആറ്റം എത്ര മോൾസാന്ന് നോക്കി. 3 × 0.5 വരുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മോൾ. ഇനി അമോണിയയുടെ കേസിൽ വരുമ്പോഴത്തേക്കിന് എന്താണ്? 2 × 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. ഇപ്പോൾ രണ്ടിൻ്റെയും മോൾസ് നമുക്ക് എത്രയാണ് കിട്ടി? രണ്ടിൻ്റെയും മോൾസ് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് അല്ലേ? അപ്പം ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1.5. മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ല, ഹൈഡ്രജൻ മോളിക്യൂളാണ് അല്ലേ? സോ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്താണ്? 2 ആറ്റംസ് ഉണ്ട്, അതിൻ്റെ അറ്റോമിക് മാസ് 1. സോ 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എത്ര വരും? 3 ഗ്രാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് NH3-യുടെ കേസിലും 1 മോൾ ഉണ്ട് അല്ലേ? അതിനെ NH3-യുടെ മോളാർ മാസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. NH3-യുടെ മോളാർ മാസ് എത്രയാണ്? നൈട്രജൻ്റെ 14 ആണ്, പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1. സോ 14 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഇപ്പോൾ 17 ഗ്രാമാണ് മോളാർ മാസ് എന്ന് കിട്ടിയത്. ഇനി നമുക്കിതിനകത്തോട്ട് ആ മോളാർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1 × 17 ഗ്രാം. സോ മാസ് എത്ര വരും? 17 ഗ്രാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ മോൾ കൺസെപ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് മോൾ കൺസെപ്റ്റ് ഇൻ കെമിക്കൽ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോൾസ് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് തന്നാലും നമുക്ക് ഇത് വെച്ചങ്ങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും 3 ക്ലാസ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മോൾ കൺസെപ്റ്റ് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായി നമുക്കുടനെ കാണാം. അതുവരെ ബൈ.